സാധാരണക്കാരുടെ മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗ്യമാണ് കേരള ഭാഗ്യക്കുറികൾ. പക്ഷേ ഭാഗ്യക്കുറി വിൽക്കുന്ന ചെറുകിട സംരംഭകർക്ക് അതത്ര ഭാഗ്യം നൽകുന്നില്ല. എന്താണെന്നല്ലേ, കഴിഞ്ഞ ബഡ്ജറ്റും അതിന് മുൻപുള്ള ബഡ്ജറ്റും മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമുക്കൊരു ചെറുകിട കടയിലേക്ക് കയറി ചെല്ലാം. ചേട്ടാ, ഇത്തവണത്തെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ആവശ്യപ്പെട്ട ഒരു പരിഗണന കിട്ടി? ഇല്ല, കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പറഞ്ഞു, ഇല്ല ഇപ്രാവശ്യം പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ആ പരിഗണന കിട്ടിയിട്ടേ ഇല്ല. കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ എന്തൊക്കെ പറഞ്ഞു അത് ഇവർക്ക് കിട്ടിയോന്ന് നോക്കാം. ഈ പുതിയതായി ഏജൻസി എടുക്കുന്നവർക്ക് ആവശ്യത്തിനുള്ള ലോട്ടറി കിട്ടുമെന്ന് പറഞ്ഞു, അത് കിട്ടിയോ? ഇല്ല ഇല്ല, ഒരിക്കലും കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ബുധനാഴ്ചത്തെ 50-50 മാസം എടുക്കുന്ന ബമ്പർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഡെയിലി ടിക്കറ്റ് കിട്ടാറില്ല. ഇത് പരിഹരിക്കാനായിട്ട് പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിച്ചോ? വർദ്ധിപ്പിച്ചിട്ടില്ല. അതേ 12 സീരീസോടുകൂടിയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. സമ്മാനഘടന പരിഷ്കരിക്കും? ഇല്ല, ആ പഴയ സമ്മാന തുക തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ 30,000 പേർക്ക് കൂടുതൽ ജോലി കിട്ടും എന്നൊക്കെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത്. ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, പക്ഷെ അത് പ്രാബല്യത്തിൽ വരുന്നില്ല. അതായത് കഴിഞ്ഞ കുറിയുള്ള ബഡ്ജറ്റിലെ ഒരു കാര്യങ്ങളും നടപ്പായിട്ടില്ല. ഇത്തവണത്തെ ബഡ്ജറ്റിലും പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിന് ഇത് കൊടുക്കുന്നതാണ്, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതാണ്. അതിൽ പ്രതീക്ഷയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ 10 ദിവസം മുമ്പ് വീണ്ടും അവർ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു, അപേക്ഷ വെച്ചു. ഇതുവരെ എനിക്ക് ഇതുവരെ ഡെയിലി ടിക്കറ്റ് കിട്ടിയിട്ടേ ഇല്ല. അവർ പറയുന്നത് ബുധനാഴ്ചത്തെ 50-50 നോർമലായിട്ട് വരുന്ന ബമ്പർ, ഈ 2 ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഡെയിലി ടിക്കറ്റ് ഇപ്പം ഇല്ല, നിലവിലില്ല എന്നാണ് പറയുന്നത്. ചെറുകിട ഏജൻസിക്കാർക്ക് ഞങ്ങൾ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഒന്നും തരുന്നില്ല. ഓൾറെഡി തന്നുകൊണ്ടിരുന്നായിരുന്നു കുറച്ച് ടിക്കറ്റ്, 300 ടിക്കറ്റ്. അത് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ വിഷയമായപ്പോൾ അത് 4 ദിവസം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അവർ കട്ടാക്കി. അത് വലിയ വലിയ ലോബികൾക്ക് മറിച്ചു കൊടുക്കുക. ഞങ്ങളെ പോലെയുള്ള ചെറുകിട ഏജൻസിക്കാർക്ക് ഡെയിലി ടിക്കറ്റ് കിട്ടാറേ ഇല്ല. പലവട്ടം ഞങ്ങൾ പോയി കയറി ഇറങ്ങുന്നുണ്ട്. പാലക്കാട് DLO ഓഫീസിൽ കയറി DLO കാണാറുണ്ട്, ലോട്ടറി ഓഫീസിൽ പോയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് റീസൺ പറയുന്നവർ. ഇനി എന്താ ചെയ്യുക? ഞങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം വേണ്ടേ? ഞങ്ങൾ ഇത് ഞങ്ങളെ കുട്ടിയും കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നല്ലേ. ഞങ്ങൾക്ക് കിട്ടുന്ന 500-600 രൂപ. പക്ഷേ ഈ മേഖലയിൽ കൊണ്ട് ഞങ്ങൾക്ക് ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയിട്ട് ആ ടിക്കറ്റ് ഇവിടെ വിറ്റ് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ആ കൂലി പൈസ കിട്ടും. പക്ഷേ ഞങ്ങൾ ഈ സബ്ബുകളിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെക്കുമ്പോൾ ആ കൂലി പൈസ കിട്ടുന്നില്ല. ഇതാണ് വാസ്തവം. അതിനാണ് ഞങ്ങൾ ലോട്ടറി ഓഫീസിൽ നേരിട്ട് ടിക്കറ്റ് ആവശ്യപ്പെടുന്നത്, ഡെയിലി ടിക്കറ്റ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കൂടുതൽ 1000-2000 ടിക്കറ്റ് ആവശ്യപ്പെടുന്നില്ല. 300-600-900 അല്ലെങ്കിൽ 500 ടിക്കറ്റോ അല്ലെങ്കിൽ 600 ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഇവർക്ക് ഞങ്ങളെ പോലെ ചെറുകിടക്കാർക്ക് അവർക്ക് തരാനില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഞാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. ഇതാണ് റീസൺ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വലിയ ഏജൻസിക്കാർക്ക് കൊടുക്കുന്ന കുറച്ചിട്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് കുറച്ച് തന്നൂടെ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോലെ എന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ അവർ ഒരു കാരണവശാലും ടിക്കറ്റ് ഇല്ല, മറ്റുള്ള മറുപടി ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണ നൽകിയ അത്ര വാഗ്ദാനം പോലും ഇത്തവണത്തെ ബഡ്ജറ്റില്ല. ഒരു കണക്കിന് അതാണ് നല്ലത്, വെറുതെ അനാവശ്യമായിട്ട് ആശ കൊടുക്കണ്ടല്ലോ. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.